ഇത് നമ്മളിപ്പോ പറഞ്ഞു വന്നത് using a magnetic field current is produced. Using a magnetic field we are producing current. Is it possible? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരു സോളിനോയിഡിനുള്ളില് ഒരു മാഗ്നറ്റിനെ വെച്ച് കൊടുത്ത് അതിൽ നിന്നും കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു വിധത്തെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത്. യെസ്, ഈസ് ഇറ്റ് പോസിബിൾ ടു പ്രൊഡ്യൂസ് കറന്റ് ഇൻ എ സോഫ്റ്റ് അയൺ കോർ? വാട്ട് ഈസ് സോഫ്റ്റ് അയൺ കോറിനുള്ളില് നമ്മൾ ഈ കറണ്ട് കടത്തിവിട്ടാല് അല്ലെങ്കിൽ ഒരു കോപ്പർ വയറിനെ കടത്തിവിട്ടാല് അവിടെ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കാൻ വല്ല സാധ്യതയും ഉണ്ടോ? യെസ്, ഇസ് ഇറ്റ് പോസിബിൾ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ദാറ്റ് process we are going to see, that is mutual induction. Mutual induction. Here you can go look at the picture here. This is a soft iron core. ഒരു സോഫ്റ്റ് അയൺ കോർ ആണ്. അതിന്റെ രണ്ട് അഗ്രങ്ങളിലായിട്ട് വി ആർ വൗണ്ടിങ് കോപ്പർ വയർ. കോപ്പർ വയർ രണ്ടറ്റത്തും ചുറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരെൻഡ് നമുക്ക് നോക്കിക്കേ, ഇതെൻഡ് കണക്ട് ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷം തൊട്ടടുത്ത് വേറെ കമ്പിച്ചുരുളുകളാണ് ചുറ്റി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? വാട്ട് ഹാപ്പൻ, വാട്ട് വി ആർ ഡൂയിങ് ഈസ്, ഈ കോപ്പർ വയറിന്റെ ആദ്യത്തെ അറ്റത്ത്, ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഈ ഫസ്റ്റ് വണ്ണിൽ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ കോപ്പർ വയറിന് എടുത്തത് ഒരറ്റത്ത് നമ്മൾ എന്ത് ഘടിപ്പിക്കുന്നു, ഇവിടെ നോക്കിക്ക് എന്താ ഘടിപ്പിച്ചിരിക്കുന്നത്, സെല്ല് ഘടിപ്പിച്ചിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നുണ്ട്, സെൽ. ആൻഡ് ദ അതർ എൻഡ് വിത്ത് എ സ്വിച്ച്. അപ്പൊ ഒരെൻഡില് ബാറ്ററി ഘടിപ്പിച്ചിരിക്കുന്നു, ഒരെൻഡില് സ്വിച്ച് ഘടിപ്പിച്ചിരിക്കുന്നു. ലുക്ക് അറ്റ് ദ സെക്കൻഡ് ഫിഗർ. രണ്ടാമത്തെ ചുറ്റിലേക്ക് നോക്കിക്കേ. ഈ രണ്ടാമത്തെ സോഫ്റ്റ് അയൺ കോർ ഒരേ സോഫ്റ്റ് അയൺ കോർ ആണ്, രണ്ട് സോഫ്റ്റ് അയൺ കോർ അല്ല, ഒരേ സോഫ്റ്റ് അയൺ കോറിന്റെ രണ്ടറ്റത്തായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ അറ്റത്തേക്ക് നോക്കിയാൽ അവിടെ എന്ത് ഘടിപ്പിച്ചിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് ഓർ ദ എൻഡ് ഓഫ് ദി കോപ്പർ വയർ ഈസ് ഫിക്സ്ഡ് ടു എ ബൾബ്. ഇതിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ആദ്യത്തിൽ നമ്മൾ സോഴ്സ് കൊടുത്തു, കറണ്ട് കിട്ടാനുള്ള ഒരു ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഓൺ ചെയ്താലേ കറണ്ട് പ്രവഹിക്കത്തുള്ളൂ, സ്വിച്ച് അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് വണ്ണിൽ എന്തുണ്ട്, ബൾബ് ഉണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കറണ്ട് ഇവിടെ ഉണ്ടായി എങ്കിൽ എന്ത് ചെയ്യും, ബൾബ് കത്തും. ഇത് നമ്മുടെ ഒരു നോർമൽ പ്രോസസ്സാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സോ when we switch on, what happen, magnetic field linked with the coil is changed. Magnetic field linked with the coil, the soft iron core-ഉമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാക്കുന്നു. That induce an EMF in the second part. That induce an EMF in the second part. So നമ്മൾ എവിടെയാണോ നമ്മൾ കറണ്ട് കൊടുത്തത്, ഇവിടെയല്ലേ നമ്മൾ കറണ്ട് കൊടുത്തത്, സെല്ലിൽ നിന്ന് കറണ്ട് കൊടുത്തത് ഇവിടെയല്ലേ, ഇവിടെയാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ നമുക്ക് എഫക്ട് ഉണ്ടായത് എവിടെയാണ്, സെക്കൻഡറിയിൽ. സോ ദിസ് ഈസ് കോൾഡ് പ്രൈമറി കോയിൽ. ആൻഡ് ദിസ് ഈസ് കോൾഡ് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിൽ ഇടതുവശത്തിരിക്കുന്ന പ്രൈമറി, വലതുവശത്തിരിക്കുന്ന സെക്കൻഡറി എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തരുത്, അങ്ങനെ അസ്യൂം ചെയ്ത് വെക്കരുത്. എന്താ, എനിക്ക് ഇവിടെയും വെക്കാം, ഈ പ്രൈമറി കോയിലിന് എനിക്ക് റൈറ്റ് സൈഡ് വെക്കാം. എന്തുകൊണ്ടാ, എവിടെയാണോ ഞാൻ സ്വിച്ച് കണക്ട് ചെയ്ത് സെല്ല് കണക്ട് ചെയ്ത് കറണ്ട് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി കോയിൽ ഓർ ഇൻപുട്ട് കോയിൽ. പ്രൈമറി കോയിൽ ഓർ ഇൻപുട്ട് കോയിൽ, നമ്മൾ കൊടുക്കുന്നു ഇൻപുട്ട്. സോ ദ എഫക്ട് ഈസ് ഗിവൺ ഇൻ ദ സെക്കൻഡറി. This part is called the secondary coil or the output coil. Secondary coil or the output coil. What is happening here? We are giving a current in the primary coil. Magnetic field linked with the coil changes in the first coil, that is the primary coil. As a result, what happened? An EMF is induced. ഇത് സ്വയമേ ഉണ്ടായതല്ല, നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാ ഇങ്ങോട്ട്. EMF is induced in the secondary coil. This process is called mutual induction. അതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് എൻഡിലേക്ക് കോപ്പർ വയർ ചുറ്റി ഒരു സോഫ്റ്റ് അയൺ കോർ സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ചാൽ ഫസ്റ്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്ട് മൂലം സെക്കൻഡറിയിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ക്ലിയർ ആണോ? യെസ്. സോ മ്യൂച്വൽ ഇൻഡക്ഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ചാപ്റ്ററിൽ പഠിക്കുക. ഇനി മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഫലമായിട്ട് അതിന്റെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെ കൂടെ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫോമർ. ഹാവ് യു ഹേർഡ് ഓഫ് ട്രാൻസ്ഫോമർ? ഹാവ് യു സീൻ ട്രാൻസ്ഫോമർ?
യെസ്, കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ കറണ്ടൊക്കെ വലിയ മഴയോ ഇടിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ട്രാൻസ്ഫോമർ തകരാറായെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ട്രാൻസ്ഫോമർ? വാട്ട് ഈസ് എ ട്രാൻസ്ഫോമർ? എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് വിതൗട്ട് ചേഞ്ചിങ് ദ പവർ. വിതൗട്ട് ചേഞ്ചിങ് ദ പവർ, അതായത് നമുക്ക് കിട്ടുന്ന പവറിന്റെ വ്യത്യാസമൊന്നും വരുത്താതെ എന്ത് ചെയ്യുന്നു? വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു ഡിവൈസ് ആണ് എന്ത്? ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ. റിപ്പീറ്റ് ഇറ്റ്. എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്. രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? വേരി. വേരി അത് ഇൻക്രീസ് ആവും ഡിക്രീസ് ആവും. വേരി ദ വോൾട്ടേജ്. അതിന്റെ കണ്ടീഷൻ എന്താണ്? വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ. വിത്തൗട്ട് ചേഞ്ചിങ് ദ പവറിൽ വ്യത്യാസം വരാൻ പാടില്ല. പവറിൽ വ്യത്യാസം വരാൻ പാടില്ല. സോ വോൾട്ടേജിന് ഇൻക്രീസ് ചെയ്താൽ അതൊരു ട്രാൻസ്ഫോമർ, ഡിക്രീസ് ചെയ്യാൻ മറ്റൊരു ട്രാൻസ്ഫോമർ. ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ത് പേര് കൊടുക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. താഴ്ത്തുന്ന ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് എന്ത് പേര് കൊടുക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന്റെ കമ്പിച്ചുരുളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തിക്നെസ് എങ്ങനെയാണ്? ഇതൊക്കെ ഞാൻ നോട്ട് തരുമ്പോൾ കൃത്യമായിട്ട് തരുന്നതുകൊണ്ട് അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. സിസ്റ്റർ പറഞ്ഞു, there will not be any change in the power. Change in voltage is possible, but change in power is not possible. So, നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് P is equal to VI. P is equal to VI. അപ്പോ പ്രൈമറിയിലും ഒരു പവർ ഉണ്ട്, സെക്കൻഡറിയിലും പവർ ഉണ്ട്. പ്രൈമറിയിലെ പവർ എന്തായിരിക്കും? P1. പ്രൈമറിയിൽ P1 എന്ന് നമുക്ക് കൊടുത്താലോ? അല്ലെങ്കിൽ എന്താണ്? PP പ്രൈമറി PP എന്ന് കൊടുത്താലോ? VI ആണെങ്കിൽ VP into IP. P എന്താണ്? പ്രൈമറി. V voltage in primary into current I in primary IP. So P in primary le power is equal to VP into IP. Okay, താഴെയോ? secondary le ആവുമ്പോഴോ power in secondary is equal to VS into IS. VS into IS. അപ്പൊ ഇത് നമ്മൾ ഏതുമായിട്ട് ബന്ധിപ്പിച്ചതാണ്? കറണ്ടും വോൾട്ടേജും തമ്മിൽ ബന്ധിപ്പിച്ചാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത്. ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാം? VS by VP is equal to IP by IS. VS by VP is equal to IP by IS. VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി, IP എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ ദ പ്രൈമറി. VS by VP is equal to IP by IS. ഇതൊക്കെ കുറച്ചുകൂടെ കൃത്യമായിട്ട് ഞാൻ നോട്ടിൽ തന്നോളാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രോബ്ലങ്ങളൊക്കെ വരാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടത് മനസ്സിലാക്കിയിരിക്കണം. എഗെയിൻ നമുക്കൊരു ഇക്വേഷനോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതായത് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ്. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ എന്തിന്റെ കറണ്ടിന്റെ അളവ് കൂടുമെന്ന് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ട്രാൻസ്ഫോമറിലുള്ള നമ്പർ ഓഫ് ടേൺസിന്റെ പ്രത്യേകത അറിയാനായിട്ട് ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. സി ഫിഗർ 3.10 എ ആൻഡ് ബി. 3.10 എ ആൻഡ് ബി. അപ്പൊ എയിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഫിഗർ ആണ്. ബിയിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ ഒരു ഫിഗർ ആണ്. ഇവിടെ നോക്കിക്കേ, ദിസ് പില്ലർ ഈസ് കോൾഡ് പ്രൈമറി, ദിസ് ഈസ് കോൾഡ് സെക്കൻഡറി. ക്ലിയർ? ഹിയർ ഇറ്റ് ഈസ് ദ പ്രൈമറി ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡറി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലേക്ക് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സ്റ്റെപ്പ് അപ്പിലെ പ്രൈമറിയിലെ അല്ലെങ്കിൽ ആദ്യത്തെ പില്ലറില് ചുറ്റുകളുടെ എണ്ണം എങ്ങനെയാണ്? കൂടിയിരിക്കോ കുറഞ്ഞിരിക്കോ? മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സെക്കൻഡറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണല്ലേ? ശരിയല്ലേ? കുറവാണ്. സെക്കൻഡറിയിൽ കൂടുതലുമാണ്. ഇനി അതിന്റെ തിക്നെസ് നോക്കിക്കേ. പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ തിക്നെസ് കൂടുതല്? പ്രൈമറിയിൽ തിക്നെസ് കൂടുതലും സെക്കൻഡറി തിക്നെസ് കുറവും. ആം ഐ കറക്റ്റ്? സിസ്റ്റർ പറഞ്ഞത് ശരിയല്ലേ? പിക്ചർ കിടക്കുന്ന പോലെ തന്നെയല്ലേ സിസ്റ്റർ പറഞ്ഞത്? ക്ലിയർ. അപ്പൊ പ്രൈമറിയിൽ തിക്നെസ് കൂടുതലാണ്, ചുറ്റുകളുടെ എണ്ണം കുറവാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്പർ ഓഫ് ടേൺസ്. ഇവിടെയോ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, തിക്നെസ് കുറവാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗണില്. ശരിയല്ലേ? ശരിയാണ്. സോ in a step-up transformer, the number of turns in the primary is very less compared to secondary. The thickness of primary is high compared to the secondary.
ദ റിവേഴ്സിൽ പറഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പറയാം, സ്റ്റെപ്പ് ഡൗണിലേക്കും പറയാം. നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ വി ക്യാൻ connect this number of turns and the voltage with the equation that is Vs by Vp is equal to Ns by Nb. Vs by Vp is equal to Ns by Nb. നമ്മൾ ആദ്യം പഠിച്ചത് കറണ്ടും വോൾട്ടേജും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ ഇവിടെ എന്തുമായിട്ട് ബന്ധിപ്പിച്ചു, വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിൽ ബന്ധിപ്പിച്ചു. ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം, Vs by Vp is equal to Ns by Nb. എസ് മുകളിലാണ്. മറ്റു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു Vs by Vp is equal to Ip by Is. Vsന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് Is അല്ല, പിന്നെന്താണ്, Ip ആണ്. ഈ രണ്ട് ഇക്വേഷനും കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ കൃത്യമായിട്ട് തറവായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കണം. You will be having so many questions related to this. Sometimes we have to write the equation as such. Sometimes you will be given some problems to solve. So you can be solve the problem in the next class. അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് തരുന്ന കൂട്ടത്തിൽ കുറെ പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ഇത് ചെയ്തു തരാം. അത് എങ്ങനെയാണ് സൊല്യൂഷൻ നന്നായിട്ട് വരുത്താനായിട്ട് ആൻസർ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ചെറിയ ടിപ്സ് ഒക്കെ അവിടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് തയ്യാറാവണം. സോ എനിവേ വി ആർ കൺക്ലൂഡിംഗ് ദിസ് പോർഷൻ. നമ്മൾ എന്തെല്ലാമാണ് ഇവിടെ പഠിച്ചത്, ജനറേറ്ററിന്റെ ഭാഗങ്ങള്, എ സിയിൽ കിട്ടുന്ന കറണ്ടിന്റെ അളവ്, ഒരു ഹാഫ് റൊട്ടേഷനിൽ ഇത് ഓരോ ഹാഫ് റൊട്ടേഷനിലും ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ 50 ഹെർട്സ് കറണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ 100 സൈക്കിൾ ഇത് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു, 100 പ്രാവശ്യം കറങ്ങേണ്ടിയിരിക്കുന്നു. 50 സൈക്കിൾ, ദാറ്റ് മീൻസ് 100 പ്രാവശ്യം കറങ്ങേണ്ടിയിരിക്കുന്നു. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് വന്നു, എ സി കറണ്ട് കിട്ടുന്നത് എ സി ആയത് ഡി സി ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെ പറ്റി പഠിച്ചു. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. മ്യൂച്വൽ ഇൻഡക്ഷന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകതകൾ പഠിച്ചു. 2 തരം ട്രാൻസ്ഫോമറുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. നമ്മൾ പറഞ്ഞ ആർമേച്ചർ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സിസ്റ്റർ പറഞ്ഞു ആർമേച്ചർ ഈസ് വെരി ഹെവി. ആർമേച്ചർ ഈസ് വെരി ഹെവി, നല്ല ഭാരമുള്ള ഒരു സംഭവമാണിത്. സോ ഇത് ഹെവി ആയതുകൊണ്ട് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ചാൻസ് ടു പ്രൊഡ്യൂസ് സ്പാർക്ക്. There is a chance to produce spark. സ്പാർക്ക് ഉണ്ടാകാൻ സ്ഫുലിംഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരുമായിട്ട്, ബ്രഷസും ഈ റിങ്ങും ഒക്കെ ആയിട്ട് ഉരസി എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്, സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ആർമേച്ചറിന്റെ റൊട്ടേഷൻ ഇല്ലാതാക്കി ആരെ റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കാം, മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഓഫ് റൊട്ടേറ്റിംഗ് മേക്കിംഗ് ആൻഡ് ആർമേച്ചർ ആസ് എ റോട്ടർ. നമ്മുടെ ഇവിടെ നോർമൽ കണ്ടീഷനിൽ ആർമേച്ചറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നത്? എന്താണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി? ദർ ഇസ് എ ചാൻസ് ഓഫ് പ്രൊഡ്യൂസിംഗ് സ്പാർക്ക്. ഇറ്റ് ഈസ് വെരി ഹെവി. എന്നിട്ട് നമ്മൾ പറയുന്നു there is a chance of producing spark. അതുകൊണ്ട് നമുക്ക് മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൊടുക്കാം. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നില്ല. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഉത്പാദിപ്പിക്കുന്ന വേറെ സംവിധാനങ്ങളുണ്ട്. നമ്മളിവിടെ ഇതോടുകൂടി ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പറയും നമുക്ക് ഈ ജനറേറ്റർ പ്രവർത്തിക്കാൻ നമ്മളൊരു കറണ്ട് കൊടുക്കണമല്ലോ. അതെവിടുന്ന കറണ്ട് കിട്ടേണ്ടത്? നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ വേണ്ടി വി ഹാവ് ടു ഗീവ് മെക്കാനിക്കൽ എനർജി. നമ്മൾ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ എനർജി കൊടുത്താലാണ് അവിടെ നിന്നാണ് കറണ്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഏത് മെക്കാനിക്കൽ എനർജിയാണ് കൊടുത്തത്? നമ്മളൊന്നും കൊടുത്തില്ലേ, ചുമ്മാ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു? ഇല്ല, വി ഹാവ് ഗിവൺ മാഗ്നറ്റിക് എനർജി. മാഗ്നറ്റിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇവിടെ കറണ്ട് കൊടുത്തത്. ഇനി നമുക്കത് ചില സമയത്ത് വാട്ടർഫോൾ ആകാം. ഉയരങ്ങളിൽ നിന്ന് ശക്തിയായിട്ട് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാം. സ്റ്റീം അവിടെ നിന്ന് കിട്ടുന്ന എനർജിയിൽ നിന്നാകാം. ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ വഴിയായിട്ട് കിട്ടുന്ന എനർജിയിൽ നിന്ന് നമുക്കിത് പ്രവർത്തിപ്പിക്കാം. ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.